ഹലോ എവ്രി വൺ. ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കാൻ പോവുകയാണ്, പിന്നെ പൈനാപ്പിൾ പച്ചടിയും. അപ്പോൾ അതിനിതാ കട്ട് ചെയ്തെടുത്തു. ഇനി ആദ്യം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനിതാ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ നല്ല മധുരം ഉള്ളത് കാരണം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. നമുക്ക് മധുരത്തിനനുസരിച്ച്. പിന്നെ നാരങ്ങാ നീരും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഓടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നതിന് ശേഷം മറ്റേ മിൻറ്റ് ലീവ്സും ഇട്ട് കൊടുത്തു, തണുത്ത വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വീണ്ടും ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തു. ഇപ്പോൾ ഇതാ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഈ ചൂട് കാലത്ത് നല്ല തണുത്ത സൂത്തിങ് പൈനാപ്പിൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഐസൊക്കെ ഇട്ട് അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല തണുപ്പുണ്ടാവും. ഇനിയിപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇതാ വീണ്ടും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു പച്ചമുളക് കീറിയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം പാകത്തിന് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് തുടങ്ങാം. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരയ്ക്കാനായിട്ട് നാളികേരം എടുത്തു, ജീരകവും പച്ചമുളകും ചേർത്തിട്ടാണ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച തേങ്ങാ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സി പാത്രത്തിലെ വെള്ളവും ആഡ് ചെയ്തു വീണ്ടും നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ ഒരു അര കപ്പ് ടു 1/4 കപ്പ് തൈര് എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓഫ് ചെയ്ത ശേഷം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കറി ഇതാ റെഡി ആയിക്കൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ കടുക് താളിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. അങ്ങനെ ഇന്ന് ഉച്ചയൂണിന് പൈനാപ്പിൾ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് ഞാൻ ഇന്ന് പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കി, അതുപോലെ തന്നെ പൈനാപ്പിൾ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൈനാപ്പിൾ കറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. Thank you for watching my YouTube channel.